ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ലക്ഷ്മികാന്തിൻ്റെ പോളിറ്റി ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ക്ലാസ് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി വരാനിരിക്കുന്ന ഡിഗ്രി പ്രിലിംസ് അതുപോലെ 10th മെയിൻസ് ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് OA, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, ഈ എക്സാമുകൾക്കൊക്കെ ഈ ഒരു സെഷൻ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. അതുകൊണ്ട് ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. First question. Which of the following are envisaged by the right against exploitation in the Constitution of India? 1. Prohibition of traffic in human beings and forced labor. 2. Abolition of untouchability. 3. Protection of the interests of the minorities. 4. Prohibition of employment of children in factories and mines. Select the correct answer using the code given below. Option A 1, 2 and 4 only. Option B 2, 3 and 4 only. Option C 1 and 4 only. Option D 1, 2, 3 and 4. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 1 and 4 ഓൺലി ആണ്. അതായത് പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബറും പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആൻഡ് മൈൻസും ആണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ചൂഷണത്തിനെതിരായുള്ള അവകാശം എന്ന് പറഞ്ഞിട്ടൊരു അവകാശമുണ്ട്. അതിൽ പെടുത്തിയിരിക്കുന്നത് മനുഷ്യക്കടത്ത്, നിർബന്ധിത തൊഴിൽ, മനുഷ്യക്കടത്ത്, അതുപോലെ തന്നെ കുട്ടികളെ ഫാക്ടറികളിലും ഖനികളിലും പണിയെടുപ്പിക്കുന്നത്, ഇതെല്ലാം നിരോധിക്കുക. ഈ രണ്ടെണ്ണമാണ് നമ്മുടെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഭരണഘടനയുടെ പാർട്ട് 3 മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ ഏതാണ്? 12 to 35. അപ്പോൾ ഭാഗം 3 ആർട്ടിക്കിൾ 12 to 35 മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. അതിൽ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരായുള്ള അവകാശമുണ്ട്. അത് ആർട്ടിക്കിൾ 23 മുതൽ 24 വരെയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 23 to 24 ഏത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ വരുന്നത്. 23 എന്താണ് പറയുന്നത്? മനുഷ്യക്കടത്ത് നിരോധനവും അതുപോലെ തന്നെ നിർബന്ധിത തൊഴിൽ നിരോധനവുമാണ്. നിർബന്ധിതമായിട്ട് തൊഴിൽ നിരോധനവുമാണ് ഈ ഒരു പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബറാണ് ആർട്ടിക്കിൾ 23 പറയുന്നത്. ആർട്ടിക്കിൾ 23 എന്താണ് പറയുന്നത്? ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് അതുപോലെ ഫോഴ്സ്ഡ് ലേബർ പ്രൊഹിബിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ദേവദാസി സിസ്റ്റം, സ്ലേവറി, ഇമ്മോറൽ ട്രാഫിക് ഇൻ വിമൻ ആൻഡ് ചിൽഡ്രൻ, സെല്ലിങ് ആൻഡ് ബൈയിങ് ഓഫ് മെൻ, വിമൻ ആൻഡ് ചിൽഡ്രൻ, അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഹിബിറ്റ് ചെയ്യണത് ആർട്ടിക്കിൾ 23 തന്നെയാണ്. അതായത് ദേവദാസി സമ്പ്രദായം, അതുപോലെ അടിമത്തം, മനുഷ്യനെ ഒരു വസ്തുവായി കണ്ട് വിൽക്കുന്നതും വാങ്ങുന്നതും, ഇതെല്ലാം നിയമം വഴി പ്രൊഹിബിറ്റ് ചെയ്യണത്. ഇനി ആർട്ടിക്കിൾ 24 എന്ന് പറഞ്ഞാൽ പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ്, അതായത് ഫാക്ടറികളിലും ഖനികളിലും കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കുന്നത് നിർത്തലാക്കുക. ഇതാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്. അനുച്ഛേദം 24 എന്താണ് പറയുന്നത്? കുട്ടികളെ ഫാക്ടറികളിലും അതുപോലെ ഖനികളിലും ജോലി എടുപ്പിക്കുന്നത് നിർത്തലാക്കുക. അപ്പോൾ ഈ ഒരു 2 ഓപ്ഷനാണ് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഏതൊക്കെയാണ്? പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബറും പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആൻഡ് മൈൻസും ആണ് നമുക്ക് ഇവിടെ കറക്റ്റ് ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് റോങ് ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റും കൂടി നോക്കിയിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാളിറ്റി സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിക്കുന്നത്. അതിൽ ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ നിരോധനം, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, അത് വരുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 17. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എന്തുകൊണ്ടാണ് ഇൻകറക്റ്റ് ആയതെന്ന് മനസ്സിലായത്. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിലല്ല വരുന്നത്, റൈറ്റ് ടു ഇക്വാളിറ്റിയിലാണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് 3rd ഓപ്ഷനാണ് ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത്. കാരണം പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, അത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. ആർട്ടിക്കിളുകൾ അതിൽ പ്രതിപാദിക്കുന്നത് 29, ആർട്ടിക്കിൾ 30 എന്നിവയാണ്. ആർട്ടിക്കിൾ 29 പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി മൈനോറിറ്റീസ് പ്രതിപാദിക്കുന്നത്. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കൽ, ആ ഒരു ഇത് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 29.
ആർട്ടിക്കിൾ 29 പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കൽ എന്നുള്ള ആർട്ടിക്കിൾ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 29. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2. Which of the following statement is or are true of the fundamental duties of an Indian citizen? Statement 1. A legislative process has been provided to enforce these duties. Statement 2. They are correlative to legal duties. Select the correct answer using the code given below. Option A 1 only, option B 2 only, option C both 1 and 2, option C neither 1 nor 2. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 4 നെയ്തർ 1 നോർ 2 ആണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ വന്നത് നോക്കാം. ആദ്യമായിട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നോക്കാം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട് 4A കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 4A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 42ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ നമ്മളുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1976 42ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 51A ആണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പറയുന്നത്. അതിൽ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്? 11. ആർട്ടിക്കിൾ ഏതാണ്? 51A. അപ്പോൾ 11ാമത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് 86ാമത് അമെൻമെൻറ്റ് വഴി 2022 86ാമത് അമെൻമെൻറ്റ് വഴിയാണ്. എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അമെൻമെൻ്റ് ആണത്. അതുവഴിയാണ് 11ാമത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുമ്പോൾ അത് എൻഫോഴ്സിബിൾ ബൈ ലോ അല്ല, അതായത് നിയമം വഴി നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു സംഭവമല്ല. അത് മോറൽ ഗൈഡ് ലൈൻസ് ആണ്, അതായത് ഓരോ സിറ്റിസണിനും ഗവൺമെൻറ് നൽകുന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിയമം വഴി നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ അതും തന്നെ മനസ്സിലാക്കാൻ പറ്റും. എ ലെജിസ്ലേറ്റീവ് പ്രോസസ് ഹാസ് ബീൻ പ്രൊവൈഡഡ് ടു എൻഫോഴ്സ് ദീസ് ഡ്യൂട്ടീസ്. അത് ഇൻകറക്റ്റ് ആണ് ഓപ്ഷൻ. അതുപോലെ ലീഗൽ ഡ്യൂട്ടീസുമായിട്ട് അതിനൊരു കോറിലേഷനും ഇല്ല. അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. കാരണം നിയമപരമായിട്ട് കടമകളുമായിട്ട് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ ഒരിക്കലും പരസ്പര ബന്ധിതമല്ല. അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ 4 നെയ്തർ 1 നോർ 2 അതാണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് റെഫറൻസ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി കോൺസ്റ്റിറ്റ്യൂട്ട് ലിമിറ്റേഷൻസ് അപ്പോൺ 1 legislative function, 2 executive function. Which of the above statements is or are correct? Option A 1 only, option B 2 only, option C both 1 and 2, option C neither 1 nor 2. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി നെയ്തർ 1 nor 2 ആണ്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളും നമുക്ക് റോങ് ആണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് റോങ് ആണെന്ന് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്ക് പകരം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിരുന്നു വെച്ചെങ്കിൽ നമുക്ക് ബോത്ത് 1 and 2 നമുക്ക് കറക്റ്റ് ആയിരുന്നു എന്ന് പറയായിരുന്നു. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനും എക്സിക്യൂട്ടീവ് ഫംഗ്ഷനും മേലെ ലിമിറ്റേഷൻസ് വെക്കുന്നത്. ഈ പറഞ്ഞതൊന്നും കൂടി വിശദമാക്കി പറഞ്ഞ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള നിയമം പാസ്സാക്കുന്നതിനും നടപടികൾ എടുക്കുന്നതിനും നിയമനിർമ്മാണ വിഭാഗത്തെയും കാര്യനിർവഹണ വിഭാഗത്തെയും, അതായത് ലെജിസ്ലേച്ചറിനെയും എക്സിക്യൂട്ടീവിനെയും തടയുന്നത് അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്, നിർദ്ദേശക തത്വങ്ങളല്ല. തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. Statement 1. In the election of Lok Sabha or State Assembly, the winning candidate must get at least 50% of the votes polled to be declared elected. Statement 2. According to the provisions laid down in the Constitution of India, in Lok Sabha, the Speaker's post goes to the majority party and the Deputy Speakers to the opposition. Which of the statements given above is or are correct? Option A 1 only, option B 2 only, option C both 1 and 2. ഓപ്ഷൻ ഡി നെയ്തർ 1 nor 2. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി നെയ്തർ 1 nor 2 ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം.
ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് നമ്മുടെ ലോകസഭയിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് അസംബ്ലീസിലോ ഒരു കാൻഡിഡേറ്റ് വിൻ ചെയ്യാൻ വേണ്ടത് 50%-ന് മുകളിൽ വോട്ട് നേടണം, അതായത് അറ്റ്ലീസ്റ്റ് 50%-എങ്കിലും നേടണമെന്നാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റമാണ്. ലോകസഭയിലോ സ്റ്റേറ്റ് അസംബ്ലിയിലോ ജയിക്കുന്ന ആൾക്ക് 50% + 1 50% അല്ല വേണ്ടത്, മെജോറിറ്റി വോട്ട്സാണ് വേണ്ടത്, ഭൂരിപക്ഷ വോട്ടുകളാണ് വേണ്ടത്. അതായത് ഇന്ത്യയിലെ MP MLA അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസീനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആളുകളാണ്. ഒരു ജോഗ്രഫിക്കൽ ഏരിയയാണ് ഈ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയാണ് ഇലക്ട് ചെയ്യപ്പെടുന്നുള്ളൂ, അതായത് സിംഗിൾ റെപ്രസെൻറ്റേറ്റീവാണ്. അതുകൊണ്ട് ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി 50% വോട്ട് കിട്ടുന്ന ആളല്ല വിന്നർ എന്ന് പറയുന്നത്. ഇലക്റ്റഡ് ആകുന്നത് ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥിയാണ് ഇവിടെ വിജയിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അനുസരിച്ചിട്ട് ലോക്സഭയിലെ സ്പീക്കർ പോസ്റ്റ് എന്ന് പറയുന്നത് മെജോറിറ്റി പാർട്ടിയിൽ നിന്നും അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് ഒപ്പോസിഷൻ പ്രതിപക്ഷ ഭാഗത്തു നിന്നുമായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ പറയുന്നില്ല. ലോക്സഭയിലെ സ്പീക്കർ പോസ്റ്റ് എന്ന് പറയുന്നത് മെജോറിറ്റി പാർട്ടി അല്ലെങ്കിൽ റൂളിംഗ് പാർട്ടിയിൽ നിന്ന് തന്നെയാണ്, ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയിലത്തെ ആളായിരിക്കും സ്പീക്കർ. അതുപോലെ ഒപ്പോസിഷൻ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നായിരിക്കും ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പോൾ ഇത് എന്തുകൊണ്ട് തെറ്റായെന്ന് ചോദിച്ചാൽ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ അല്ല, ഇതൊരു സമവായമാണ്, ഒരു കോൺസെൻസസ് ആണ്, ഒരു അഭിപ്രായ ഐക്യം വഴി എടുത്ത തീരുമാനമാണ്. 10ാമത്തെ ലോക്സഭ വരെ രണ്ടുപേരും സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും റൂളിംഗ് പാർട്ടിയിൽ നിന്ന് തന്നെയായിരുന്നു, ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് തന്നെയായിരുന്നു. പക്ഷേ 11ാമത്തെ ലോക്സഭ മുതൽ ഒരു സമവായ രൂപം കൊള്ളുകയാണ്. അതായത് സ്പീക്കർ റൂളിംഗ് പാർട്ടിയിൽ നിന്നും ഒപ്പോസിഷനായിരിക്കണം ഡെപ്യൂട്ടി സ്പീക്കർ, ഇങ്ങനെ ഒരു സമവായ രൂപം കൊള്ളുന്നു. അപ്പോൾ സ്പീക്കർ എവിടെ നിന്നാണ്? റൂളിംഗ് പാർട്ടിയിൽ നിന്ന്, ഡെപ്യൂട്ടി സ്പീക്കർ ഒപ്പോസിഷനിൽ നിന്നും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ എന്നുള്ള ആ ഒരു ടേം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഇൻകറക്റ്റ് ആയത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റാണ്, ബോത്ത് ആർ ഇൻകറക്റ്റ്, അതായത് നെയ്തർ 1 nor 2 ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി 5th ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. Statement 1. The Election Commission of India is a 5-member body. Statement 2. Union Ministry of Home Affairs decides the election schedule for the conduct of both general elections and by-elections. Statement 3. Election Commission resolves the disputes relating to splits, mergers of recognized political parties. Which of the statements given above is or are correct? Option A 1 and 2 only. Option B 2 only. Option C 2 and 3 only. ഓപ്ഷൻ ഡി 3 ഓൺലി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 3 ഓൺലി ആണ്. അതായത് 3ാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് റോങ് ആയി നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് എ 5-member ബോഡി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇൻകറക്റ്റാണ്. നമുക്ക് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നോക്കാം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, ഒരു ഭരണഘടനാ സ്ഥാപനമാണിത്. അത് 1950 ജനുവരി 20 നിലവിൽ വന്നത്. 1950 ജനുവരി 25 നിലവിൽ വന്നത്. ഇനി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. അതുപോലെ ഇതിലുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ടായിരിക്കും. ആരൊക്കെയാണ്? ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ടായിരിക്കും. ടോട്ടൽ 3-അംഗ ബോഡിയാണിത്. അതായത് ഇറ്റ്സ് നോട്ട് എ 5-member ബോഡി. അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആവുന്നത്. നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ട് ഇൻകറക്റ്റ് ആയി നോക്കാം. യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ് ഡിസൈഡ്സ് ദ ഇലക്ഷൻ ഷെഡ്യൂൾ ഫോർ ദി കണ്ടക്ട് ഓഫ് ബോത്ത് ജനറൽ ഇലക്ഷൻസ് ആൻഡ് ബൈ ഇലക്ഷൻസ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവുന്നതിന് കാരണം യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ് അല്ല, ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ ഷെഡ്യൂൾ, അതായത് ബൈ ഇലക്ഷനും ജനറൽ ഇലക്ഷനും ഇലക്ഷൻ ഷെഡ്യൂൾ നിർണ്ണയിക്കുന്നത് യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ് അല്ല, ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതുകൊണ്ടാണ് ഇൻകറക്റ്റ് ആവുന്നത്. അപ്പോൾ ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇലക്ഷൻ കമ്മീഷൻ റിസോൾവ്സ് ദ ഡിസ്പ്യൂട്ട്സ് റിലേറ്റിംഗ് ടു സ്പ്ലിറ്റ്സ്, മെർജേഴ്സ് ഓർ റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഇടയിലുള്ള സ്പ്ലിറ്റുകളും കൂടിച്ചേരലുകളും ഡിസ്പ്യൂട്ട്സുകളും അതൊക്കെ റിസോൾവ് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി 3 ഓൺലി ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 5 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
എല്ലാവരും റിപ്പീറ്റ് അടിച്ച് കാണുക. എന്തായാലും ഉപകാരപ്പെടും. തീർച്ചയായിട്ടും മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം കാണാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് പോളിറ്റിയുടെ ഭാഗത്തുള്ള ടെൻഷൻ ഒഴിവാക്കാം. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പോളിറ്റിയുടെ ഭാഗത്തുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.